ജോർജിയയിൽ കഡാവറുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ജോർജിയയിൽ ബത്തൂമി സിറ്റിയിൽ ബത്തൂമി ഷോട്ടാ റുസ്താവലി അല്ലാതെ മറ്റൊരു യൂണിവേഴ്സിറ്റി കൂടെ ഉണ്ട്, ബാവോ യൂണിവേഴ്സിറ്റി. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് യൂണിയുടെ 10ാമത്തെ ദിവസമാണ്. എക്സ്പ്ലോറിംഗ് യൂണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. നമുക്ക് ഇന്ന് മുതൽ ജോർജിയയിലുള്ള ഓരോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും സ്റ്റുഡന്റ് ലൈഫും അതുപോലെ തന്നെ അവിടെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും 1 by 1 ആയി നേരിട്ട് കാണുകയും അവിടെയുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും അവിടെയുള്ള നേറ്റീവ്സിനോടും യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് ജോർജിയയിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഇറങ്ങിയത് ബത്തൂമിയിലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ബാവോ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് ബത്തൂമി സിറ്റിയിൽ നിന്ന് തന്നെ 20-25 മിനിറ്റ് യാത്ര ചെയ്യാനുണ്ട് കാറിൽ ഈ ബാവോ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ. ബാവോ അത്യാവശ്യം ഉള്ളിലേക്ക്, ഒരുപാട് ഉള്ളിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസ് കുറേ ആളുകളുണ്ട്, പക്ഷേ മലയാളികൾ 5 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്, ആ യൂണിവേഴ്സിറ്റി ഒന്ന് കണ്ടു നോക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നത്. നോക്കാം. അങ്ങനെ ബാവോ യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിലെത്തി. ഇവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ കുറച്ച് സ്റ്റുഡൻസിനോട് സംസാരിച്ചു. പക്ഷേ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് തമിഴ്നാട്ടിലുള്ള ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. പക്ഷേ കേരള സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞില്ലേ 5-6 ട്രാൻസ്ഫർ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. അപ്പം അധികം സ്റ്റുഡൻസിനോട് സംസാരിക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ബാവോ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു യൂണിവേഴ്സിറ്റി ശരിക്കും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണുള്ളത്. ഒരു മലയുടെ അടിവാരത്തായിട്ട് ആരും ഇല്ലാത്തൊരു വിജനമായ സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനും പോകാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റിൻ്റെ പുറമേയൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് കയറാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റ് ഉണ്ട്, പക്ഷേ അവിടെ ലോക്കിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ യൂണിവേഴ്സിറ്റിൻ്റെ ലോബിയിൽ കയറിയപ്പോൾ തന്നെ അവിടെ കുറച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ശരിക്കും ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. 5-6 മലയാളി സ്റ്റുഡൻസ് മാത്രമാണ് ഇവിടെ ട്രാൻസ്ഫർ എടുത്ത് വന്നേക്കുന്നത്. അതല്ലാതെ ഫസ്റ്റ് ഇയറിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്ത 1-2 മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അത്ര മാത്രമാണ് മലയാളികൾ ഇവിടെ ഉള്ളൂ. ആ ഒരു ലോബി കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ശരിക്കും നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു നടുമുറ്റത്തേക്ക് എത്തുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ടെറഫും ഉണ്ട്. ഞാനപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഈ ടെറഫിൽ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ചില സമയത്ത് ടൂർണമെൻറ്റുകളൊക്കെ ഉണ്ടാവും, ആ സമയത്ത് കളിക്കാറുണ്ടെന്നാണ്. ഞാനങ്ങനെ ഓരോ കുട്ടികളോടായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു മലയാളി സ്റ്റുഡൻറ്റിനെ പരിചയപ്പെട്ടു. അവനോടും പിന്നെ വേറെ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനോടും സംസാരിച്ചിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇവിടെ ഇതൊരു റിക്രിയേഷണൽ ഏരിയ പോലാണ്. ഇങ്ങനെ പിള്ളേർക്ക് വന്നിരിക്കാം, ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കാൻ. അപ്പോൾ ക്ലാസ് ടൈമിംഗ് ഒക്കെ എങ്ങനെ വരുന്നത്? ടൈമിങ് ഓരോ നമുക്ക് എല്ലാ ദിവസവും രാവിലെ 9 തൊട്ട് അങ്ങനെ നാട്ടിലത്തെ പോലുള്ള ക്ലാസ് അല്ല ഇവിടെ. അല്ല, നമുക്ക് ഇവർ ടൈം ടേബിൾ വരും, ക്ലാസ് ഉള്ളപ്പോൾ മാത്രം വന്നാൽ മതി. ക്ലാസ് ഉള്ളപ്പോൾ മാത്രം വന്നാൽ മതി. ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും ക്ലാസ് വരുന്നത്. അത് ഡിപ്പെൻസ്, ടീച്ചർമാർ വേറെ ക്ലാസ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് നിങ്ങൾ സ്റ്റേ എവിടെയാ? സ്റ്റേ ഞങ്ങളെല്ലാം അവിടെ അപ്പാർട്ട്മെന്റ് താമസിക്കും. എവിടെ? ഞങ്ങൾ പലരും ഞങ്ങൾ ഇവിടുന്ന് ദൂരം ഉണ്ട് ഇവിടുന്ന്. ഇവിടെ നമ്മൾ ഈ ഏരിയയിലല്ല, ഇത് ഇച്ചിരി ഒരു റിമോട്ട് ഏരിയ ആണ്. അപ്പം നമ്മളെല്ലാം ഇച്ചിരി സിറ്റി സൈഡ് ബോക്സ് ഏരിയ സൈഡിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ക്ലാസ് ഓരോ സമയത്താകുന്ന സമയത്ത് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് ചെയ്യുന്ന ഒന്നെങ്കിൽ ബസ് എടുക്കും അല്ലെങ്കിൽ ക്യാബ് വിളിക്കും. ഇവിടുന്ന് ബസ് കിട്ടുമോ? ബസ് എല്ലാ സമയത്തും ഉണ്ടാവും? ഒറ്റൊരു ബസ്സേ ഉള്ളൂ, 12 നമ്പർ ബസ് ഉണ്ട്. 12 അത് എപ്പോഴും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ചില സമയം ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, കാരണം ക്യാബ് കിട്ടും ഏത് സമയത്ത്. ഞാനങ്ങനെ ആ ഫ്രീ സ്പേസിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ചുവന്ന നിറത്തിലുള്ള പുതിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത് ബാവോ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരുപാട് ട്രാൻസ്ഫർ സ്റ്റുഡൻസ് വന്നപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മതിയാകാതായി, അങ്ങനെ അവരുണ്ടാക്കിയ പുതിയ ബിൽഡിംഗ് ആണെന്നാണ്. ഞാൻ അധികം സമയം പോക്കാണ്ട് നേരെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും റീഡിംഗ് റൂമുകൾ ഉണ്ടായിരുന്നു. ആ ഒരു റീഡിംഗ് റൂമിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലോബി പോലെയാണ്. കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറും സോഫയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് അവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ലെക്ചർ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് പോയി. സാധാരണ ഇവിടെ ലെക്ചർ ക്ലാസ്സുകളും സെമിനാർ ക്ലാസ്സുകളും ഉണ്ടാവാറുണ്ട്. ലെക്ചർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിലും PPT ഒക്കെ വെച്ചിട്ട് തിയറി ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആയിരുന്നു. ലെക്ചർ ക്ലാസ്സിലാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയായിരുന്നു. നല്ല കുഷ്യനുള്ള ചെയറുകളും LCD സ്ക്രീനും ബോർഡും മൈക്കും ഒക്കെ ആയിട്ട്. ഞാനങ്ങനെ ആ ഒരു ലെക്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സെമിനാർ ക്ലാസ്സിലേക്ക് പോയി. സെമിനാർ ക്ലാസ്സിന് അറ്റൻഡൻസ് നിർബന്ധമായതുകൊണ്ട് എല്ലാ കുട്ടികളും സെമിനാർ അറ്റൻഡ് ചെയ്യാറുണ്ട്. ലെക്ചർ ക്ലാസ്സിന് പിന്നെ അറ്റൻഡൻസ് നിർബന്ധമില്ല. സെമിനാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് പോവുക? സെമിനാർ ക്ലാസ് നമുക്ക് അതിന് മുന്നേ പ്രീവിയസ് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യും, ലെക്ചർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് അസൈൻ ചെയ്യും. അല്ലെങ്കിൽ ഫസ്റ്റ് 2-3 സെമിനാർ കാണും. നമുക്ക് പല ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇയർ ഒക്കെ. തേർഡ് ഇയർ തൊട്ടാണ് ഈ മെയിൻ ക്ലിനിക്കൽ സബ്ജക്ട് വരുമ്പോൾ സബ്ജക്ട് മാത്രമായിട്ട് വരും. ഓക്കെ. അല്ലാതെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ബ്ലോക്കിനകത്ത് എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഫിസിയോളജി, അനാറ്റമി, ബയോളജി. നമുക്കിപ്പോൾ ഒരു സെമിനാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചാൽ ലെക്ചർ ആണെങ്കിൽ വെറുതെ ക്ലാസ് എടുത്തവർ പോകും. അത്ര കമ്പൽസറി ആണ് ലെക്ചറിന് ഇരിക്കൽ? ഇല്ല, കമ്പൽസറി ഇല്ല, പക്ഷേ വേണമെങ്കിൽ ഇരിക്കാം. സെമിനാറിന് പക്ഷേ മാർക്ക് ഉണ്ടായതുകൊണ്ട് കമ്പൽസറി ആണ്.
അപ്പോൾ സെമിനാറിനെ എങ്ങനെയായിരിക്കും ഒരു സെമിനാറിന് ക്ലാസ് പോകുന്നുണ്ടാവും? അതായത് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണോ ചെയ്യുക? ഇല്ല, ഫസ്റ്റ് സെമിനാറിന് ഒരു ഓവർവ്യൂ തരും. അവർ എന്തൊക്കെയാണ് ലെക്ചറിനടുത്ത് ഒരു ഓവർവ്യൂ പറയും. അത് കഴിഞ്ഞിട്ട് അവർ പറയും നമ്മളോട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്. ചിലപ്പോൾ ആ ദിവസം തന്നെ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ നെക്സ്റ്റ് സെമിനാറിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും. ചിലപ്പോൾ അത് ടീച്ചർ തന്നെ ചെയ്യുന്ന ഒരു പേപ്പർ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ ഞാനങ്ങനെ ആ ഒരു സെമിനാർ റൂമിൽ നിന്ന് ഇറങ്ങി. ഇവിടെ വേറെയും സെമിനാർ റൂമുകളും ഓസ്കി റൂമുകളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ താഴത്തെ ഫ്ലോർ ഒന്ന് കണ്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയി. അവിടെ ഫുൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിരുന്നു. അവരെന്തോ എക്സാമിനങ്ങ് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ബാവ് യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനായിട്ട് അവർ പറയുന്നത് ഇവിടെ കഡാവർ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ കുട്ടികളോട് ചോദിച്ച സമയത്ത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒന്നും കഡാവറിന് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോൾ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. കഡാവർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇന്ത്യയിലെ പോലെ ആലോചിക്കരുത്. ഓരോ ഗ്രൂപ്പിനും ഓരോ കഡാവർ തന്നെ അവർ ഡിസെക്ട് ചെയ്യുന്ന രീതിയിലൊന്നുമല്ല. അവിടെ ഒരു കഡാവർ ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ആ കഡാവർ നമുക്ക് കാണാൻ പറ്റും. ഡിസെക്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. ഞങ്ങളങ്ങനെ അതും കണ്ട് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലേക്ക് പോയി. അത്യാവശ്യം നല്ല വലിയൊരു ലൈബ്രറി ആയിരുന്നത്. ആ ലൈബ്രറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ലൈബ്രറി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്ത് ബ്രൗസ് ചെയ്യാനൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. കുട്ടികൾ എന്നോട് പറഞ്ഞത് ഒരുപാട് ഇന്ത്യൻ ബുക്സും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബുക്സൊക്കെ ഈ ലൈബ്രറിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ കോഴ്സ് മാത്രം ആയതുകൊണ്ട് തന്നെ ഈ ലൈബ്രറി സ്പെസിഫിക്കലി മെഡിസിൻ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് റിസർച്ച് ചെയ്ത സമയത്ത് ഇവിടെ പഠിക്കുന്ന അത്രയും സ്റ്റുഡൻസിന് വേണ്ട ഫെസിലിറ്റി ഇവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം തോന്നി. അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ലൈബ്രറിൻ്റെ തൊട്ടടുത്ത ഒരു റീഡിംഗ് റൂം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പഠിക്കാൻ വേണ്ടി പോയി. അത്യാവശ്യം കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയൊക്കെ ഉള്ള റീഡിംഗ് റൂം ആയിരുന്നു അത്. ഞാനങ്ങനെ ലൈബ്രറിയും റീഡിംഗ് റൂമൊക്കെ കണ്ട് യൂണിവേഴ്സിറ്റിയുടെ കഫറ്റീരിയയിലേക്ക് പോയി. കഫറ്റീരിയൻ്റെ ഇൻറ്റീരിയർ പോലും ക്ലാസ് റൂം പോലെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. കഫറ്റീരിയയിലുള്ള ഫുഡുകൾ നോക്കുന്ന സമയത്ത് പിസയും റാപ്പുകളും കച്ചാപ്പൂരിയും പിന്നെ ഈ റൈസും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. ഞാനങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങി കഴിച്ചു നോക്കി. കുഴപ്പമൊന്നും ഇല്ലാത്ത ടേസ്റ്റും ഉണ്ട് അതിന്. അപ്പം ഞാൻ ബാവ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുകയാണ്. കാര്യം ഇവിടെ യൂണിവേഴ്സിറ്റി കണ്ടു, കുട്ടികളോട് സംസാരിച്ചു. അതായത് ഇവിടെ പഠിക്കുന്ന 5 കുട്ടികളിൽ ഓൾമോസ്റ്റ് ഒരു 3-4 കുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒരുപാട് ഉള്ളിലാണെന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ കഡാവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ല ഒറ്റ കഡാവറാണ്, അത് വെച്ചിട്ടാണ് ഇത് മൊത്തം പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളിലാണെന്നുള്ള ഇഷ്യൂ ഉണ്ട്. മലയാളികൾ തീരെയില്ല, അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഇവിടെ അതായത് 20 മിനിറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. 20 മിനിറ്റ് എന്ന് പറയുമ്പം അത്യാവശ്യം ഉള്ളിലാണത് ബത്തൂമിൽ നിന്ന്. അപ്പോൾ അതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ഇവർ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു 10-20 മിനിറ്റ് പോകാനുണ്ട്. 20 മിനിറ്റ് പോരാ, അതിൻ്റെ മുകളിൽ പോകാനുണ്ട് ഇവരുടെ റൂമിലേക്കൊക്കെ എത്താൻ. അപ്പോൾ അതൊക്കെയാണ് ബാവ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ മെയിനായിട്ടുള്ള നെഗറ്റീവ് കണ്ടിട്ടുള്ളത്. ഞാനങ്ങനെ യൂണിവേഴ്സിറ്റിൻ്റെ ക്ലാസ് റൂമും ലാബുകളും കഫറ്റീരിയയും ലൈബ്രറിയും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കണ്ടിറങ്ങി. ഇവിടുന്ന് എൻ്റെ ഓർബി സിറ്റിയിലേക്ക് എൻ്റെ ഹോട്ടലിലേക്ക് പോവാണ്. നാളെ നമുക്ക് ടിബിലിസിയിലേക്ക് തിരിച്ചു പോകണം. ഇനി അടുത്ത ദിവസങ്ങൾ വീണ്ടും ടിബിലിസിയിലാണ്.